പ്ലസ് ടു കോഴക്കേസിൽ ഹൈക്കോടതി വിധിക്ക് ശേഷം സിപിഎമ്മിലെ ഉന്നതൻ ഒത്തുതീർപ്പിന് സമീപിച്ചെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. പിണറായിക്കെതിരായ പരാമർശങ്ങൾ അവസാനിപ്പിക്കണമെന്നായിരുന്നു സിപിഎമ്മിന്റെ ആവശ്യമെന്നും KM ഷാജി പറഞ്ഞു. തനിക്കെതിരായ കേസിലെ വിധിയിൽ സുപ്രീം കോടതി മുഖ്യമന്ത്രിയുടെ പെടലിക്ക് പിടിച്ച് തള്ളുകയാണ് ചെയ്തതെന്നും കേസ് വിജയിക്കാൻ അല്ലായിരുന്നു സർക്കാർ ലക്ഷ്യമെന്നും ഷാജി വിമർശിച്ചു. പലതവണ കായികമായി ആക്രമിക്കാൻ ശ്രമം നടന്നെന്നും ഷാജി ആരോപിച്ചു. പ്ലസ് ടു കോഴക്കേസിൽ KM ഷാജിക്കെതിരായ വിജിലൻസ് കേസ് റദ്ദാക്കിയതിനെതിരായ ഹർജികൾ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഷാജി കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് ഒറ്റമൊഴിയിൽ ഇല്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഷാജി പണം ചോദിച്ചെന്ന് ഒരു മൊഴിയെങ്കിലും കാട്ടിത്തരാമോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. 54 സാക്ഷിമൊഴികൾ പരിശോധിച്ചുവെന്നും ഇങ്ങനെയെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരെയും ഓരോ കേസിൽ പ്രതിയാക്കാമല്ലോ എന്നും കോടതി ചോദിച്ചു. എന്നാൽ അന്വേഷണം നടക്കുമ്പോൾ അത് പൂർത്തിയാകാതെ കേസ് റദ്ദാക്കിയത് ശരിയല്ലെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ വാദം. 2014 കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഹൈസ്കൂളിനെ പ്ലസ് ടു അനുവദിക്കാൻ KM ഷാജിക്ക് മാനേജ്മെന്റ് കൈക്കൂലി നൽകിയെന്നാരോപിച്ചാണ് CPM പ്രാദേശിക നേതാവ് 2017 മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. മുസ്ലിം ലീഗിൽ പ്രാദേശികമായി പണം പങ്കിട്ടതിനെ ചൊല്ലിയുള്ള തർക്കം എന്ന നിലയിലാണ് വിഷയം ആദ്യം ഉയർന്നത്. എന്നാൽ ഇത് പിന്നീട് CPM ഏറ്റെടുക്കുകയായിരുന്നു. പ്ലസ് ടു ബാച്ച് അനുവദിക്കാൻ KM ഷാജി 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന പരാതിയിൽ 2020 വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് EDയും കേസെടുത്തത്. എന്നാൽ 2022 ജൂൺ 19 ഈ കേസിൽ KM ഷാജിയെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് ED സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്.